ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ മുടി വളരാൻ ആയിട്ട് നമുക്ക് ബീറ്റ്റൂട്ട് ജ്യൂസ് എങ്ങനെ ഉപയോഗിക്കാം. മുടി വളരാൻ മാത്രമല്ല കേട്ടോ, താരം പോകുന്നതിനും അതുപോലെ ഡ്രൈനെസ് പോകുന്നതിനും സ്കാൾപ്പിലെ ഡ്രൈനെസ് പോകുന്നതിനും എല്ലാത്തിനും ബീറ്റ്റൂട്ട് ജ്യൂസ് നല്ലതാണ്. നമ്മൾ ഇപ്പോൾ കുടിക്കുന്നത് പോലെ അതുപോലെ തന്നെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ നമുക്ക് ഹെയറിലും ഇത് അപ്ലൈ ചെയ്യാം. അതേ ഗുണം തന്നെ നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്താലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണെന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഇതിൽ കളറ് കൊടുക്കാനായിട്ട് ഇതിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിറ്റാലൈൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽസിൻ്റെ ഡാമേജ് വരാതിരിക്കുന്നതിന് ഈ ഒരു ബീറ്റാലൈൻ എന്നുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബീറ്റ്റൂട്ടിൽ ധാരാളം ഉണ്ടല്ലോ, അതൊരു കാര്യം. പിന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ സ്കാൾപ്പിൻ്റെ ആരോഗ്യത്തിനും അതിലെല്ലാത്തിലുപരി നമ്മുടെ ഓക്സിജൻ ഫ്ലോ കേട്ടോ, ഇതിലടങ്ങിയിരിക്കുന്ന നൈട്രേറ്റ്, ധാരാളം നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുടിക്കുമ്പോഴും അപ്ലൈ ചെയ്യുമ്പോഴും ഒക്കെ നൈട്രിക് ആസിഡായിട്ട് അത് മാറും. അതിൻ്റെ ഗുണമാണ് നമ്മുടെ പിന്നെ രക്തോട്ടം ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും, ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴുള്ള ഗുണം എന്താ? ഓക്സിജൻ ഫ്ലോ കൂടും അല്ലേ. ഓക്സിജൻ ഫ്ലോ കൂടുമ്പോഴുള്ള നമ്മുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോഷകങ്ങൾ, വൈറ്റമിൻസും മിനറൽസും എല്ലാം നമുക്ക് മുടിവേരിഴകളിലേക്ക് ചെല്ലുന്നതിന് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുടിവേരിഴകൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നതിനും ഈ ഒരു ബീറ്റ്റൂട്ട് ജ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാധാരണ ഞാൻ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പിന്നെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ പോഷകങ്ങൾ, വൈറ്റമിൻസും മിനറൽസും ഒക്കെ ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ട് ബാക്കി വരുന്നതാണ് മുടിക്ക് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ, സ്കാൾപ്പിലേക്ക് വരുള്ളൂ. അപ്പോൾ ഈ ഓക്സിജൻ സപ്ലൈ കൂടുമ്പോൾ നമുക്ക് കുറേ കൂടെ വേഗത്തിൽ നമ്മുടെ ന്യൂട്രീഷൻസ് എല്ലാം പിന്നെ സ്കാൾപ്പിൽ മുടിവേരിഴകളിലേക്ക് ചെല്ലുന്നതിനും അതുമൂലം മുടിക്ക് ആരോഗ്യവും തിളക്കവും പിന്നെ സ്കാൾപ്പിൻ്റെ പ്രശ്നങ്ങളും എല്ലാം തീരുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി മുടി വളരാനായിട്ട് നമുക്കപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ, മുടിവേരിഴകളിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ മുടിക്ക് ആരോഗ്യം ഉണ്ടാവും, മുടി വളരും, അങ്ങനെയുള്ള ഗുണങ്ങളുണ്ടാവും. മുടി വളരുന്നതിന് നമുക്ക് ബീറ്റ്റൂട്ട് ജ്യൂസ് നിങ്ങൾ ആവശ്യത്തിന് എടുക്കാം കേട്ടോ, ഞാൻ അളവൊന്നും പറയുന്നില്ല. ബീറ്റ്റൂട്ട് ജ്യൂസ് എടുത്ത് നമുക്ക് പിന്നെ ചിലർക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ തണുത്തത് അപ്ലൈ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കേട്ടോ, അധികം ചൂടൊന്നും വേണ്ട, ചെറിയ ചൂടോടുകൂടി ഈ ജ്യൂസ് നമ്മുടെ സ്കാൾപ്പിലെല്ലാം അപ്ലൈ ചെയ്യാം. ഇത് നമ്മുടെ മുടി വളർച്ചയെ ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് പാക്കായിട്ട് ഇടണമെങ്കിൽ നമ്മൾ ഹെന്നയിലൊക്കെ ചേർക്കാം, അതുപോലെ കോഫി പൗഡറിൽ മിക്സ് ചെയ്ത് നമുക്ക് സ്കാൾപ്പിലെല്ലാം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് മുടി വളരുന്നതിനും പിന്നെ മുടിവേരിഴകളുടെ ആരോഗ്യം കൂടുന്നതിനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ പാക്ക്. പിന്നെ മുടി വളരാൻ ആവശ്യമായ അയണും പൊട്ടാസ്യം ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ താരൻ അല്ലേ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ താരൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും നമുക്ക് ബീറ്റ്റൂട്ട് ജ്യൂസ് എടുക്കാം. അതിന് കാരണം എന്താണെന്നോ, ബീറ്റ്റൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററിയും പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്, ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ താരനുണ്ടാക്കുന്ന ബാക്ടീരിയയെ ചെറുത്ത് നിൽക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ബീറ്റ്റൂട്ട് നമുക്ക് ഈ താരം പോകുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താരം പോകുന്നതിന് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇതിൽ നമുക്ക് പിന്നെ നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചിയുടെ ജ്യൂസ് മിക്സ് ചെയ്യാം, വിനിഗർ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഇഞ്ചി ജ്യൂസും വിനിഗറിൻ്റെ ഒക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ആൻറ്റിസെപ്റ്റിക്കാണ്, ആൻറ്റി ബാക്ടീരിയലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇരട്ടി ഗുണം കിട്ടും അല്ലേ. അതിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇത് തന്നെ അപ്ലൈ ചെയ്തെന്നോർത്തും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:1. ഇപ്പോൾ നിങ്ങൾ 1 സ്പൂൺ വിനിഗറാണ് എടുക്കണമെങ്കിൽ 1 സ്പൂൺ പിന്നെ ബീറ്റ്റൂട്ട് ജ്യൂസ് എടുക്കുക കേട്ടോ. ഇനി 1 സ്പൂൺ ജിഞ്ചർ ജ്യൂസും 1 സ്പൂൺ ബീറ്റ്റൂട്ട് ജ്യൂസ്, രണ്ടും രണ്ടാണ് കേട്ടോ, എല്ലാം കൂടെ വേണ്ട, ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ നീം ഓയിൽ ഉണ്ടെങ്കിൽ കേട്ടോ,
നമ്മൾ ഹെയറിൽ പുരട്ടുന്ന നീം ഓയിൽ വാങ്ങാൻ കിട്ടുമേ. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 3 തുള്ളി അതിൽ ഒഴിക്കാം. അതും കൂടുതൽ നമ്മുടെ ഈ ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്നതിനും താരം പോകുന്നതിനും എല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നന്നായിട്ട് ചീവി താരനൊക്കെ കളയണം. അത് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. ഈ താരനൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിത് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യാം. സ്കാൾപ്പിൽ ഒരു കോട്ടൺ, നമ്മളിപ്പോൾ എണ്ണയൊക്കെ അപ്ലൈ ചെയ്യുമല്ലോ കോട്ടൺ മുക്കി, എന്നപോലെ തന്നെ നമുക്ക് ഒരു കോട്ടൺ എടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഈ ജ്യൂസിൽ മുക്കിയിട്ട് സ്കാൾപ്പിലെല്ലാം അപ്ലൈ ചെയ്യുക. ഒരു 5-10 മിനിറ്റ് നമുക്ക് വേണം മസാജ് കൊടുക്കുക. ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തോളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഷാമ്പു ഉപയോഗിക്കണമെങ്കിൽ സൾഫേറ്റ് ഫ്രീ ഷാമ്പു നമുക്ക് വാങ്ങാൻ കിട്ടും, മൈൽഡ് ഷാമ്പു കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് നമുക്ക് ഹെയറൊക്കെ വാഷ് ചെയ്യാം. ആഴ്ചയിൽ 1 പ്രാവശ്യം ഇതിങ്ങനെ ചെയ്താൽ മതി. എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്ത് കാര്യം, അപ്പോൾ ആഴ്ചയിൽ 1 പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മെയിൻ കാര്യം ഇതാണ്, താരനെല്ലാം ചീവി കളഞ്ഞിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാം. എന്നാലാണ്, അല്ലാണ്ട് ഈ താരൻ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊറ്റ പിടിച്ചിരിക്കുന്നതിൻ്റെ മുകളിലൊക്കെ ഇത് അപ്ലൈ ചെയ്താൽ ഒരു ഗുണവും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പൊറ്റയൊക്കെ ഇളക്കി താരനൊക്കെ നന്നായിട്ട് ചീവി കളഞ്ഞിട്ട് ഈ ജ്യൂസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതാണ് പിന്നെ താരനായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണമുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മുടിക്ക് കളറ് കൊടുക്കും. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കളറ് നമുക്ക് കിട്ടും. ഇത് നമ്മൾ മുടിയിൽ റെഗുലറല്ല, ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ മുടിക്ക് നല്ലൊരു റെഡിഷ് കളറ് കേട്ടോ, ഒരു ബർഗണ്ടി കളറ് നമുക്ക് കിട്ടും. മുടിക്ക് കളറ് കിട്ടാൻ ബീറ്റ്റൂട്ട് ജ്യൂസ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നോ, ഈ ബീറ്റ്റൂട്ട് ജ്യൂസ് നമുക്ക് ഒരു കപ്പ് എടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വേണ്ട, ടീസ്പൂൺ മതി, കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആർഗൻ ഓയിലോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്കാൾപ്പിലും മുടിയിലെല്ലാം അങ്ങോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ക്യാപ്പ് വെച്ചിട്ട് ഒരു 1/2-3 മണിക്കൂർ നമുക്ക് ഇരുന്നാൽ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ പാർലറൊക്കെ ആണെങ്കിൽ അവിടെ നമ്മുടെ മുടി ഡ്രയറൊക്കെ ഉണ്ട്, അവിടെ മുടി ചൂടാക്കാൻ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതൊന്നുമില്ലല്ലോ, ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചൊന്ന് ചൂടാക്കാം. അല്ലേ വെയിലത്തിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വെയിലത്തിരിക്കാം കുറച്ച് നേരം, ഇതൊന്ന് ചൂടാവണം, വാമാവാൻ വേണ്ടി. എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. ആദ്യത്തെ പ്രാവശ്യമൊന്നും ഇട്ടാൽ കളറ് നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും കിട്ടില്ല കേട്ടോ. 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ ആവർത്തിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു ബർഗണ്ടി കളർ കിട്ടും. അങ്ങനെ മുടിക്ക് കളർ കിട്ടാനും ബീറ്റ്റൂട്ട് ജ്യൂസ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.